ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. നമുക്കിന്നൊരു യാത്ര പോയാലോ? ഇതെന്റെ നാടായ കട്ടാങ്ങലാണ് കേട്ടോ. പണ്ട് കാലത്ത് കച്ചവടം ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ കെട്ട് താങ്ങി ഇറക്കി വെക്കുന്ന സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ കെട്ട് താങ്ങി വെക്കുന്ന സ്ഥലം പിന്നീട് കെട്ടാങ്ങലായി മാറി എന്നുള്ളതാണ് കേട്ട് കേൾവി ട്ടോ. എന്തായാലും അത്യാവശ്യം നല്ലൊരു വലിയ അങ്ങാടിയാണ് ഇത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അങ്ങാടിയാണ് ട്ടോ. അങ്ങനെ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കരിപ്പൂരേക്കാണ് ട്ടോ. കരിപ്പൂര് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ന് വീണ്ടും സൗദിയിലേക്ക് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ട്ടോ നമ്മള് ഈ യാത്ര പോകുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീജിത്തുമാണ് ട്ടോ ഈ വാഹനത്തിലുള്ളത്. ഇപ്പൊ നമ്മള് അടിപൊളി റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ ട്ടോ. ഇതൊക്കെ ഈ അടുത്താണ് ട്ടോ നന്നാക്കിയത്. വളരെ ഭംഗിയുള്ള റോഡുകളൊന്നും അല്ലായിരുന്നു ട്ടോ ഇത്. കുണ്ടും കുഴിയും ഒക്കെ ഉള്ള ഒരു വാഹനം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പാകത്തിനുള്ള ചെറിയ റോഡാണ് ട്ടോ. ഇതിപ്പോഴാണ് കുറച്ചുകൂടി വലുതാക്കിയത്. നല്ല വീതിയുള്ള നല്ല അതിമനോഹരമായ റോഡുകളായി മാറിയത്. പക്ഷേ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ. ഇനി ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് പോകുന്തോറും അറിയാം ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ട്ടോ. ഇതൊക്കെ എൻ്റെ നാട്ടിൻപുറത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ട്ടോ. ഭരതപ്പൊയില്, കള്ളന്തോട്, അത് നായർകുഴി അങ്ങനെയാണ് ട്ടോ ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂളിമാട് എന്ന സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മള് മലപ്പുറം ബോർഡറിലേക്ക് ചാടുന്നത്. കൂളിമാട് ഒരു പാലമുണ്ട്, പുതിയ പാലാണ് ട്ടോ. ആ പാലം കഴിഞ്ഞാല് നമ്മള് നേരെ കാണുന്നത് മലപ്പുറാണ്. മലപ്പുറത്തിന്റെ ഭാഗമാണ് ട്ടോ നമ്മള് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഇതൊക്കെ ഞങ്ങളെ കോഴിക്കോടിന്റെ ഭാഗമായുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡുകളല്ലേ? നമുക്കൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ സംസാരിക്കാനൊക്കെ പറ്റിയ ഇടങ്ങളായി മാറിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ട്ടോ. അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ ആയിരുന്നു. കുറച്ച് റോഡ് കൂടി വന്നപ്പോൾ അതിന്റെ വികസനം കൂടി ആയപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ടുണ്ട് ട്ടോ. അങ്ങനെ ഒരു ചെറിയ ഇറക്കം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. ഇതാണ് ട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നായർകുഴി എന്ന സ്ഥലം. ഇവിടെയാണ് സ്കൂളുകളും അതുപോലെ അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ തന്നെ ഇതൊരു ചെറിയതും വലുതുമാകാൻ സാധ്യതയുള്ള ഒരു അങ്ങാടിയാണ് ട്ടോ. നല്ലൊരു ആഹ് പണി ദാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മല തുരന്ന് റോഡ് വലിയ രീതിയിൽ വെട്ടി എടുക്കുന്നുണ്ട് ട്ടോ അവര്. അപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ കുറച്ചുകൂടി മണ്ണുകളൊക്കെ എടുക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഡിൽ കൂടെയൊക്കെ ഫുട്പാത്തുകളും ഒക്കെ ക്രമീകരിച്ച് വരാനുണ്ട്. എന്നിരുന്നാലും പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ട്ടോ. കാരണം വെച്ചാൽ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല റോഡുകൾ ഉണ്ടാകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് ഒരു സുഖമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ. പുലർച്ചെയൊക്കെ ഇതിൽ വന്നാല് ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരെ കാണാം ട്ടോ. പണ്ടൊന്നും നമുക്കത് അത്ര പരിചിതമല്ലായിരുന്നു. ഇപ്പം സൗകര്യം വന്നതിന്റെ ഭാഗമായിട്ട് ഇത്ര ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാം ട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. അല്പം വിശ്രമമൊക്കെ എടുത്തു. കുറച്ച് റോഡിലൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ വാഹനത്തിലേക്ക് തന്നെ തിരിച്ചു കയറിയിട്ടുണ്ട് ട്ടോ. നമ്മുടെ കാറ് എയർപോർട്ടിന്റെ മുൻവശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അത്യാവശ്യം സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പല നിറത്തിലുള്ള കൊടികള് വലതു ഭാഗത്തുണ്ട്. ഒരു ഗുൽമോഹർ ഇതാ നല്ല ചുവന്ന തുടുത്ത് പൂത്ത് നിൽക്കുന്നത് നല്ല കാഴ്ചകൾ ആണല്ലേ. അങ്ങനെ നമ്മളിത് കവാടത്തിന്റെ അടുത്ത് എത്തി. ഒരു ഹമ്പൊക്കെ മെല്ലെ ചാടി കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് നമുക്കൊരു ടിക്കറ്റ് തരും ട്ടോ. ആ ടിക്കറ്റ് നമ്മള് വാഹനം ഇതിന്റെ ഉള്ളിൽ എത്ര സമയം നിർത്താം എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ട്ടോ. ഇടതുഭാഗത്ത് അത്യാവശ്യം ഉയരത്തില് നമ്മുടെ ത്രിവർണ്ണ പതാക അങ്ങനെ പാറി കളിക്കുന്നുണ്ട് ട്ടോ ആകാശത്ത്. എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. പച്ചയും വെള്ളയും ഓറഞ്ചും ഒക്കെ ആയിട്ട് നല്ല ഒരു കാഴ്ചയായിരുന്നു ട്ടോ അത്. ഒരുപാട് യാത്രകൾ പോകാൻ താല്പര്യമുള്ള ഒരാളാണ് ട്ടോ ഞങ്ങളുടെ സുഹൃത്ത്. ഒരു പ്രാവശ്യം ഞങ്ങള് ചെറിയ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്ത് അവസാനം ഡൽഹി, താജ്മഹൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് ട്ടോ. ഏതായാലും നമ്മള് എയർപോർട്ടിന്റെ മുൻവശത്ത് എത്തി. നല്ല ഭംഗിയുള്ള ഗ്ലാസുകള് ഇട്ട
ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് ട്ടോ അത്. അങ്ങനെ ഒരു പകല് കൂടി അസ്തമിക്കുകയാണ് ട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ട്ടോ അതൊക്കെ. യാത്രയയപ്പ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. എന്നിരുന്നാലും വളരെ സന്തോഷത്തോടെ നമ്മള് നമ്മളെ പ്രിയപ്പെട്ടവരെ അവരുടെ ആഗ്രഹത്തിന്റെ കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് പറത്തി വിടണം. അങ്ങനെ മൂപ്പരത് നമുക്ക് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. വീണ്ടും കാണും വരെ എല്ലാവരോടും നന്ദി.